ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഒരു ക്ഷേത്രോത്സവത്തിനെ മാറ്റുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? പൂരം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പൂരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിനിടയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിനായി അത്തരം വേദികൾ പ്രയോജനപ്പെടുത്തുന്നത് ഒരിക്കലും നമ്മുടെ പൊതുവായ ഇത്തരം ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൂടാത്ത കാര്യമാണ്. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രചരണത്തിന് വേണ്ടി ഉത്സവ പറമ്പുകളെ പ്രയോജനപ്പെടുത്തിക്കൂടാ, അല്ലെങ്കിൽ ഉത്സവ വേദികളെ പ്രയോജനപ്പെടുത്തിക്കൂടാ. അതിന് വ്യത്യസ്തമായിരുന്നു ഇന്നലെ കൊല്ലത്ത് ഞാനും അവിടെ പങ്കെടുത്തിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ അതിന് വ്യത്യസ്തമായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി അവരുടെ ദാർശനിക ആചാര്യന്റെ ചിത്രം ഉയർത്തി കൊടുക്കുക എന്ന് പറഞ്ഞത് തെറ്റായ സമീപനമായി പോയി. അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമീപനമാണ്. അത് അങ്ങേയറ്റം അവലീനീയമാണെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായ ഒരു നേതാവിന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടോ ഇത്തരത്തിൽ ക്ഷേത്രോത്സവങ്ങൾ മാറ്റാൻ പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, നിശ്ചയമായും ക്ഷേത്രത്തിൽ അവിടെ രാഷ്ട്രീയമല്ല, വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യമാണ് പ്രധാനം. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാവാം, വ്യത്യസ്തമായ നിലവാരമുള്ളവരുണ്ടാവാം. അങ്ങനെ നാനാജാതി മതസ്ഥരും അതുപോലെ തന്നെ വ്യത്യസ്തമായ ആശയങ്ങളുള്ളവരും ഒക്കെ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ അതൊന്നും ഉത്സവ പറമ്പുകളിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. അത് കോടതി പറഞ്ഞു തന്നെയാണ് ശരി. ആ കാര്യത്തിൽ ദേവസ്വം വകുപ്പിന്റെയോ അഭിപ്രായം തന്നെയാണ്. ഒരു ക്ഷേത്രത്തിലും പൂരമോ ഉത്സവമോ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിന് വേണ്ടി ആ വേദി പ്രയോജനപ്പെടുത്തിക്കൂടാ. അവിടെ വരുന്നത് പല രൂപത്തിലുള്ള രാഷ്ട്രീയ ആശയക്കാരും ഒന്നുമില്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമായി ക്ഷേത്രം ഭാരവാഹികളോ അല്ലെങ്കിൽ പൂരം നടത്തിപ്പുകാരോ മാറിത്തീരുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. അത് തെറ്റായ സമീപനമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് വിനയപൂർവ്വമായ എൻ്റെ അഭിപ്രായം. പക്ഷെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരുന്നത്, ഒരു നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷെ ഇത് സ്വകാര്യ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. ഏത് തരത്തിലുള്ളതായാലും ക്ഷേത്രങ്ങളിലും അവിടുത്തെ പൂജകർമാദികളിലും ആചാരാനുഷ്ഠാനങ്ങളിലും എല്ലാം പങ്കെടുക്കുന്ന ഒരു വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത ആശയങ്ങളുള്ളവരെല്ലാം ഉണ്ടാവും, ഒരു ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്ന തരത്തിലാണ് ഉത്സവ പറമ്പുകൾ മാറിത്തീരുക. അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ അടയാളങ്ങളോ അവരുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള വേദികളാക്കിയോ അതിനെ മാറ്റി തീർക്കുന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല. അത് തെറ്റ് തന്നെയാണ് എന്നാണ് അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ വി എൻ വാസവൻ, ഒപ്പം ചേർന്ന് തന്നെ പ്രതികരണം അറിയിച്ചതിന്.